കണ്ണൻ നായരുണ്ട്. കണ്ണൻ, മുസ്ലിം ലീഗിന്റെ പട്ടിക കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ പട്ടികയ്ക്ക് AICCയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞോ? ഇനി കേരള കോൺഗ്രസിന്റെ പട്ടികയാണോ കിട്ടാനുള്ളത്? കേരള കോൺഗ്രസിന്റെ പട്ടിക എന്ന് പറഞ്ഞാൽ ഏക മന്ത്രിസ്ഥാനമാണ് കേരള കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒക്കെ പ്രഖ്യാപനം നടക്കും. എത്ര മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവും? ഒരു 3 മണിയോടുകൂടി ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. കോഴിക്കോട് പ്രാന്തമുണ്ടാവും. ലീഗിന്റെ എല്ലാ ഘടകകക്ഷികളുടെയും കാര്യം ഒരുമിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗവർണറെ കണ്ട് സമർപ്പിക്കും. ഇന്ന് 4 മണിക്ക് മുമ്പ് ഒക്കെ ചെയ്യും. ലീഗിന്റെ കാര്യത്തിലെല്ലാം തീരുമാനമായി. എല്ലാ പാർട്ടികളുടെ കാര്യത്തിലും തീരുമാനമായി. അല്ല, ലീഗിന്റെ കാര്യം, ലീഗിന്റെ അല്ല, UDFന്റെ കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഓരോ പാർട്ടി വെവ്വേറെ UDFിൽ ചിന്തിക്കാറില്ല, ഞങ്ങൾ ഒരുമിച്ചാണ് ചിന്തിക്കാറ്. കോഴിക്കോട് മന്ത്രി ഉണ്ടാവും. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 5 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അതൊക്കെ 4 മണിയാകുമ്പോഴേക്കും എല്ലാ സംശയവും ചെയ്യും. കോഴിക്കോട് മന്ത്രി ഉണ്ടാവും. കേരളത്തിലെ ഞങ്ങൾ ഏതെങ്കിലും പ്രത്യേക ജില്ലയെ അങ്ങനെ പ്രാദേശികമായി ചിന്തിക്കുന്നില്ല. കേരളത്തിന് പൊതുവെ മൊത്തത്തിൽ അനുയോജ്യരായ മന്ത്രിമാരൊക്കെ ഉണ്ടാവും. മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാരുണ്ടായ ജില്ല പോർട്ട്ഫോളിയോ കാര്യം മുഖ്യമന്ത്രിയുടെ പ്രിവിലേജ് അല്ലേ, അത് പിന്നീട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യും. സലാം സാഹിബ്, ടേം വ്യവസ്ഥ ഉണ്ടാവും ലീഗിനകത്ത്? ലീഗിനകത്ത് അങ്ങനെ ചർച്ച ചെയ്യാൻ വന്നിട്ടില്ലല്ലോ. ലീഗിൽ പതിവില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത്തവണ ടേം ബോക്സ് സാധ്യതയുണ്ടോ? നിങ്ങളെ ഈ സംശയങ്ങളൊക്കെ ഒരു 2 മണിക്കൂർ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ക്ലിയർ ആവും. അതുവരെ നിങ്ങൾ ഉദ്യോഗത്തോടു കൂടി നിൽക്കും. ഇത് കാലി കടലാസാണ്, വേണം കാണിച്ചത്. ഇത് ഞങ്ങൾ 22 MLA-മാരെ പേരാണ്. പട്ടിക ഉണ്ടായിട്ട് വേണ്ടേ കൈമാറാൻ? ഞങ്ങൾ ഒരു ഡിസ്കഷന് വേണ്ടി വന്നു, ഡിസ്കഷൻ കഴിഞ്ഞു പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. UDFന്റെ ഭരണത്തിൽ എന്ത് ചെയ്യണം, ഭാവിയിൽ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം എങ്ങനെ നടപ്പാക്കണം, ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? മന്ത്രിസഭ ആയി. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇനി തുടർ ചർച്ചയുടെ ആവശ്യമുണ്ടോ? അതൊക്കെ നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ എല്ലാ സംശയവും തീരും. ഇതുവരെ വേവോളം കാത്തു നിന്ന് 6ഓളം കാത്തൂടെ. ഉച്ചയ്ക്ക് ശേഷം ഗവർണർക്ക് കൈമാറും.